ശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. എല്ലാവർക്കും നമസ്കാരം. ഉത്തരരാമായണം കിളിപ്പാട്ട് 3-ാമത്തെ അധ്യായം. ശ്രീരാമ സാന്ത്വനം. ആനണപത്മം വാടി ആരെയും നോക്കിയിടാതെ മാനസഖേദത്തോടും കണ്ണുനീർ വാർത്തു വാർത്തു മാനവവീരൻ കുമ്പിട്ടിരിക്കുന്നതു കണ്ടു മാനിയാം സൗമിത്രിപാദാംബുജം വണങ്ങിനാൻ. എന്തുണർത്തിപ്പതെന്നു തന്നെ മനക്കാമ്പിൽ ചിന്തിച്ചു സൗമിത്രിയും മുര ചെയ്താൻ. ജ്ഞാനമില്ലാതെ മൂഢജനത്തെ പോലെ ഭവാൻ മാനസേ ഖേദിപ്പതിൻ എന്തു കാരണം നാഥ? ദേഹഗേഹാർത്ത പുത്ര കളത്രാദികളോടും ദേഹികളുണ്ടോ പിരിയാതെ ഭൂമിയിലാരും? പാന്തന്മാർ പെരുവഴി അമ്പലം തന്നിൽ വന്നു താന്തരായിരുന്നുടൻ പിരിഞ്ഞു പോകും പോലെ. ജനയിത്രി നന്ദന ഭാര്യാധനം അനുവാസരം കൈക്കൊണ്ടിരുന്നു ചില ദിനം. മുഖ്യഭേദത്തോടവർ ചെയ്തിടും കർമ്മങ്ങൾക്കു തക്കവാറോരോ വഴി പിരിഞ്ഞു പോയിടുവോർ. അതിങ്കൽ ദുഃഖിക്കുന്നതജ്ഞാനമല്ലോ നാഥ, ബുധന്മാരുടെ മതം അല്ലിദൂരകുപതേ. നിന്തിരുവടി അറിയാതെ ഇല്ലേതുമെന്നാൽ അന്ധത്വം ഉണ്ടാമതിശോകത്താൽ എല്ലാവർക്കും. നാരിയെ പിരിഞ്ഞതു കാരണം നരേന്ദ്രനു പാരമൊണ്ടകലെന്നു നാനാലോകരുമെല്ലാം. തങ്ങളിൽ പരിഹാസഭാവേന ചൊല്ലുന്നതും മംഗലമല്ല മഹീപാലകാതിലകമേ. വിഷയചാബല്യമില്ലാതെയിൽ ഒരുവർക്കും ഋഷികൾ പോലും അതിൽ മോഹിച്ചിടുന്നുവല്ലോ. ധീരനെത്രയും രാമനെന്നു ചൊല്ലിയിടുന്നതും പാരമെത്രയുമുണ്ടു ചാബല്യമറിഞ്ഞാലും. എന്നെല്ലാം അവരവർ ചൊല്ലിയിടുന്നതുമോർത്താൽ നന്നല്ല മഹാമതേ രാഘവ മഹീപതേ. എല്ലാ ജാതിയും വിഷാദം കളയണമതു നല്ലതു സുഖദുഃഖം മിശ്രമായിട്ടേയുള്ളൂ. സൗമിത്രി വചനങ്ങൾ ഇങ്ങനെ കേട്ട നേരം സൗമുഖ്യമോടു രാമഭദ്രനും അരുൾ ചെയ്തു. നന്നു നീ പറഞ്ഞതു സാരമെത്രയും ഓർത്താൽ ഇന്നിനി വേണ്ടും കാര്യം ചിന്തിച്ചിടുക വേണം. 4 നാൾ കഴിഞ്ഞിതു ദുഃഖിച്ചിങ്ങനെ മമ കാലമോ തെരുതരെ പോമല്ലോ ലഘൂതരം. കാര്യങ്ങൾ ചിന്തിപ്പാനും ഉണ്ടായില്ല അവസരം. കാര്യങ്ങൾ വിചാരിയാഞ്ഞാലതോ നിമിത്തമായി ആപത്തു വരുമല്ലോ രാജാക്കന്മാർക്കു നൂനം. പാപത്തിനതു തന്നെ കാരണമെന്നും വരും. പണ്ടയോധ്യയിൽ നൃഗനെന്നൊരു നൃപശ്രേഷ്ഠൻ ഉണ്ടായാൻ ഇക്ഷ്വാകുവിൻ സോദരനായിട്ടടോ. ഗോകോടി ദാനം ചെയ്താൻ ഭൂദേവോത്തമന്മാർക്കു ലോകരും പ്രശംസിച്ചു വാണിടും കാലത്തിങ്കൾ. തന്നെ പശുക്കൂട്ടം തന്നിൽ വന്നൊരു വിപ്രൻ തന്നെ പശു കൂടിപ്പോയതു ബലാൽ. താനേതും അറിയാതെ മറ്റൊരു ഭൂദേവനു ദാനവും ചെയ്തിടിനാൻ ഈശ്വര വിധിയാലേ. തന്നെ പശുവിനെ കാണാഞ്ഞു വിപ്രോത്തമൻ അന്വേഷിച്ചൊരിടത്തും കാണാഞ്ഞു ദുഃഖം പൂണ്ടാൻ. അങ്ങനെ ചില ദിനം കഴിഞ്ഞോരനന്തരം അങ്ങൊരു വിപ്രാലയെ കാണായി പശുവിനെ. വാ 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 ശബലേ എന്നവളെ വിളിച്ചപ്പോൾ ഗോപുതന്നാഥൻ തന്നെ കണ്ടു പിന്നാലെ പോയാൾ. അന്നേരം അപരണാം നാഥനും ചൊല്ലിയിടിനാൻ. എന്നുടെ പശുവിതു രാജാവു തന്നതടോ. രാജാവു തരികയിൽ എന്നുടെ പശുവിനെ വ്യാജമെന്നോടു പറഞ്ഞിടാതെ വിപ്രോത്തമ. മന്നവൻ പറയണം ഞാൻ തന്ന പശുവല്ലെന്നാൽ ഞാൻ അയച്ചിടാം ഇല്ല സംശയമേതും. അല്ലായെങ്കിൽ അയക്കയില്ലെന്നും ഞാൻ പശുവിനെ. ചൊല്ലുന്ന ദുർവാക്കുകൾ ഒക്കെ ഞാൻ പൊറുത്തിടാം. കള്ളന്മാരോടു പശു കൊള്ളുകയില്ല, പക്ഷേ കള്ളനായിടുന്നതു ഞാനല്ല രാജാവത്രേ. ഇങ്ങനെ തമ്മിൽ പറഞ്ഞന്യോന്യം കലഹം പൂണ്ടങ്ങു ചെന്നവനീശൻ തന്നോടു ചോദിക്കണം എന്നവരിരുവരും ഒന്നിച്ചു പുറപ്പെട്ടു ചെന്നു ഗോപുരദ്വാരെ നിന്നു ചൊന്നതു നേരം. കാൺമതിനവസരമില്ലെന്നു കേട്ടുതത്ര ബ്രാഹ്മണരിരുവരും ചില നാൾ പാർത്ത ശേഷം. പിന്നെയും അവസരമില്ലാഞ്ഞു കോപിച്ചവർ മന്നവൻ തന്നെ ശപിച്ചിടിനാരതു നേരം. കോപിച്ചു വിപ്രേന്ദ്രന്മാർ ഭൂപതി പ്രവരണു ശാപത്തെ കൊടുത്തിതു ഭീതിയായിടും വണ്ണം. കൂപത്തിലൊരു കൃകലാസവേഷവും പൂണ്ടു താപത്തോടിനി കിടന്നിടുക ചിരംഭവാൻ.
ദ്വാപര യുഗാവസാനത്തിങ്കൽ നാരായണൻ പാപനാശനൻ വന്നു കൃഷ്ണനായി പിറന്നിടും. ശാപവും തീരും അവൻ തൊടും നാൾ നിനക്കെന്നു ഭൂപതി പ്രവരനു ശാപമോക്ഷവും നൽകി. ബ്രാഹ്മണർ പശുവിനെ മറ്റൊരു ഭൂദേവനു ധാർമ്മികന്മാരാമവർ ദാനവും ചെയ്തിടിനാർ. പിന്നെ പോയി നിജ മന്ദിരം ബുക്കാരവർ. മന്നവൻ താനും അറിഞ്ഞാൻ അപ്പോൾ അവസ്ഥകൾ. പിന്നെ തനയനു രാജാഭിഷേകം ചെയ്തു കിന്നനായ സുതനോടു ചൊല്ലിനാൻ നൃപേന്ദ്രനും. മഴയും മഞ്ഞുമേറ്റം വെയിലുമുള്ള കാലം മഴ കൂടാതെ വസിച്ചിടുവാൻ തക്കവണ്ണം തീർക്ക നീ 3 കിണറ്റവറ്റിൻ തീരം തോറും വായ്ക്കുന്ന വല്ലികളും വൃക്ഷവും ഉണ്ടാക്കണം. വസുവാന്തനയനും അങ്ങനെ തീർത്തിടിനാൻ. വസുധാധിപനിന്നും ഉണ്ടതിൽ കിടക്കുന്നു. മന്നവനോടു സുമിത്രാത്മജന്നതു കേട്ടു പിന്നെയും ചോദിച്ചിതു വന്ദിച്ചു രഘുപതേ. അല്പാപരാധം അറിയാതെ വന്നതിന്നവർ ഉൽപ്പന്ന രോഷം കൈക്കൊണ്ടിങ്ങനെ ശപിച്ചതും യോഗ്യമോ നിരൂപിച്ചാൽ ആർക്കറിയാവൂ. പിന്നെ ഭാഗ്യവാൻ ദാനശീലൻ അല്ലോ ഭൂപതി നൃഗൻ. ഇത്തം സൗമിത്രി പറഞ്ഞൊരു നേരത്തു രാമഭദ്രനും അരുൾ ചെയ്താൻ ആർക്കറിയാവൂ സഖേ. പ്രാരബ്ധകർമ്മ ഫലഭോഗത്തിനെന്നേ വരൂ നേരത്രേ വിധാതാവിൻ കൽപ്പിതമോർത്തു കണ്ടാൽ. ഇന്നും നീയൊരു കഥ കേൾക്ക സൗമിത്രേ. ചൊല്ലാം മുന്നമുണ്ടായാൻ നിമിയാകിയ നൃപശ്രേഷ്ഠൻ ഗൗതമാശ്രമത്തിങ്കൽ അടുത്തു ഭവനവും കൗതുകത്തോടെ തൂർത്തു വസിച്ചാൻ പലകാലം. ചിത്തത്തിലോർത്താനൊരു യാഗം ചെയ്യണമെന്നു സത്വരം ആചാര്യനോടതു ചെന്നറിയിച്ചാൻ. അന്നേരം വസിഷ്ഠനും നൃപനോടരുൾ ചെയ്തു ഇന്ദ്രനുണ്ടെന്നെ ഒരു യാഗം ചെയ്യിപ്പാനായേ വന്നപേക്ഷിക്കുന്നു ഞാൻ. പോവൻ ആയതു ചെയ്തു വന്നാൾ നിന്നുടെ യാഗം കഴിക്കാം എന്നേ വരൂ. അമരാലയം ബുക്കു വസിഷ്ഠ മുനീന്ദ്രനും നിമിയും ഗൗതമനെ കൊണ്ടു ചെയ്യിച്ചു യാഗം. 1000 സംവത്സരം കൊണ്ടു യാഗവും കൂടി നായകൻ നവവ്രതസ്നാനവും ചെയ്തിടിനാൻ. വന്നിതു വസിഷ്ഠനും ഭൂപതി നിമിതാനും അന്നേരം നിദ്രാവശനായി കിടക്കുന്നുവല്ലോ. സൽക്കാരം ചെയ്യാഞ്ഞതും യാഗം ചെയ്തതുകൊണ്ടും ഉൾക്കാമ്പിൽ ക്രോധം പൂണ്ടു ശപിച്ചു വസിഷ്ഠനും. ദേഹദേഹികൾ തമ്മിൽ വേറിട്ടു പോകയെന്നു സാഹസാ ശപിച്ചപ്പോൾ ഉണർന്നു നൃപേന്ദ്രനും. പിരിഞ്ഞു പോക ദേഹദേഹികൾ തമ്മിലെന്നു വിരിഞ്ച തനയനെ ശപിച്ചു നിമിതാനും. അന്യോന്യം ശാപമേറ്റു വായുഭൂതന്മാരായാർ മന്നവൻ താനും തഥാ വസിഷ്ഠ മുനീന്ദ്രനും. താപസൻ വായുഭൂതനായി ചെന്നു ദാതാവിനെ താവേന കണ്ടു നിജസങ്കടമറിയിച്ചാൻ. ഉർവശി തന്നിൽ മിത്രാവരുണ ബീജം കൊണ്ടു ദിവ്യമായൊരു ദേഹം ഉണ്ടാക്കിക്കൊള്ളുകയെന്നാൻ. മിത്രബീജവും പിന്നെ വരുണ ബീജത്തോടു യുക്തമായൊ നേരം എടുത്തു കൂടാഞ്ഞവൾ കുംഭത്തിലാക്കിയിടിനാൾ ഇന്ദ്രിയദ്വയമപ്പോൾ. കുംഭത്തിൽ നിന്നു ഗമിച്ചിടിനാൻ അഗസ്ത്യനും. പിൻപുടനുണ്ടായി വന്നു വസിഷ്ഠ ശരീരവും. സംഭവിച്ചിതു മുനിശ്രേഷ്ഠന്മാരിരുവരും മിത്രനും ഉർവശിയെ ശപിച്ചാനതുകാലം. മർത്യനു കളത്രമായി പോക നീ ചിരകാലം. അങ്ങനെ പുരൂരവാ തന്നുടെ പത്നിയായാൾ. അങ്കനാശിരോമണിയാകും ഉർവശിദാനം നിമിതൻ ദേഹമുണ്ടാക്കാം എന്നു മുനികളും അമരന്മാരും ചൊന്നാരന്നേരം. നിമി ചൊന്നാൻ ദേഹമുണ്ടായാൽ ദുഃഖം ഒഴിഞ്ഞില്ലതുമൂലം. ദേഹമുണ്ടാക വേണ്ട കേവലമെനിക്കുന്നു സർവപ്രാണികളുടെ നേത്രങ്ങൾ തോറും. സമീരാത്മകനായി വാണിടാമെന്നു കേട്ടകമലർ ആശ്വാസത്തിനു നേത്രം ഇമച്ചു മിഴിക്കെന്നും ആശയാസാദ്യന്മാരും നൽകിനാരനുഗ്രഹം. നിമിതൻ ദേഹം മുനിവരന്മാർ കടഞ്ഞപ്പോൾ അമലൻ മിതി എന്ന നൃപനും ഉണ്ടായി വന്നു. മിതിജാതന്മാരെല്ലാം മൈഥിലന്മാരായി വന്നാർ. തതനു വിദേഹജാതന്മാരായ അതുമൂലം പൃഥുവീരന്മാരവർ വൈദേഹന്മാരെന്നായാർ. മതികൗതുകത്തോടെ ധരിക്ക സൗമിത്രേ നീ ജനിപ്പിച്ചിതു മദനം ചെയ്തെന്നതുകൊണ്ടു ജനകന്മാരെന്നത്രേ ചൊല്ലുന്നു ബുധജനം.
ഇത്തരം ആപത്തുണ്ടാം കാൺമാൻ വന്നോർക്കു കാൺമാൻ എത്താഞ്ഞാൾ വഴി പോലെ ലക്ഷ്മണാധരിക്ക നീ ശപിച്ചതെന്തു നിമി വസിഷ്ഠൻ തന്നെ കൂടെ തപശക്തിയും തമ്മിൽ ഒക്കുമോ നിരൂപിച്ചാൽ എല്ലാവർക്കും ക്ഷമയുണ്ടായി വരിക ഇല്ലകൾ നീ ചൊല്ലുവൻ എന്നും ഒരു കഥ ഞാൻ സംക്ഷേപമായി. സോമവംശത്തിൽ ബുധപുത്രനാം പുരൂരവ ഭൂമിപാലകനവൻ നന്ദനായുസല്ലോ. നഹുഷൻ അവൻ മകൻ തൽസുതൻ യയാതിയും അവൻ്റെ പത്നി ശുക്രപുത്രിയാം ദേവയാനി വൃഷപർവാവിൻ മകളാകിയ ശർമ്മിഷ്ഠയും ദേവയാനിക്കു മക്കൾ ഹിതുവും ദുർവശുവും ദ്രുഹുവും അനുദ്രുഹു പൂരുവും ശർമ്മിഷ്ഠയ്ക്കും അഹന്ത സുതരെന്നു ധരിക്ക സൗമിത്രേ നീ. ഭൂപതിക്കിഷ്ടപത്നി ശർമ്മിഷ്ഠ തന്നെ ഏറ്റം താപവും ദേവയാനിക്കതിനാലുണ്ടായല്ലോ. താതനോടറിയിച്ചാൽ ദേവയാനിയും അതിക്രോധേന ശപിച്ചിതു ശക്രനും യയാതിയെ. വൃദ്ധനായി ജരാനരയുണ്ടാകാ നിനക്കെന്നു പൃഥ്വീശൻ ഉൾത്താപവും ഉണ്ടായതുമൂലം പുത്രനാം യദുവിനെ വിളിച്ചു ചൊന്നാൻ നിർവൻ വൃദ്ധത വാങ്ങി തവ യൗവനം തന്നീടണം എന്നതു കേട്ടു യദു സൂക്ഷ്മധർമ്മത്തെ പാർത്തു തന്നെ പിതാവുതൻ കാക്ഷിതം കണ്ടു ചൊന്നാൻ ധർമ്മമല്ലിതു മമ ദണ്ഡമെത്രയുമോർത്താൾ സമ്മതിക്കയുമില്ല ഞാനതു പറയണ്ട. പിന്നെ പൂരുവിനോടു പറഞ്ഞു യയാതിയും തന്നാലും യൗവനത്തെ വാർദ്ധക്യം നൽകിയിടുവൻ വന്നിടും പുതുനിയോഗം കേട്ടാൽ അനുഗ്രഹം എന്നു കേട്ടവനതു സമ്മതിച്ചതു ഭക്ത്യ. താരുണ്യം അവനോടു വാങ്ങിനാൻ യയാതിയും കാരുണ്യം അവനിൽ വർദ്ധിച്ചിതു നരേന്ദ്രനും. രാജപാലനം ചെയ്തു ഭോഗത്തെ ഭുജിച്ചേറ്റം പൂജ്യനായി ചിരകാലം വസിച്ചു യയാതിയും. പിന്നെ പൂരുവിനോടു വാർദ്ധക്യം വാങ്ങിക്കൊണ്ടു തന്നെ തനയനു യൗവനം നൽകിയിടിനാൻ. ഭൂപരിത്രാണാർത്ഥമായി അഭിഷേകവും ചെയ്തു ഭൂപതി പൂരുവിനെ ഭൂപതിയാക്കി വാണാൻ. രാജചിഹ്നങ്ങൾ നിങ്ങൾക്കില്ലാതെ പോകയെന്നു രാജേന്ദ്രൻ യദുമുതൽ 4 ശാപം നൽകി. അങ്ങനെ ശുക്രശാപം കൈക്കൊണ്ടു യയാതികൾ അങ്ങോട്ടുകൂടെ ശപിച്ചില്ല സൽഗുണവശാൽ. മുന്നാമ നൃഗനു വന്നാപത്തുപോലെ നമുക്കിന്നിനി വരായ്വതിനാവോളം വേല ചെയ്യുക. നമ്മെ കാൺമതിനുണ്ടോ വന്നിട്ടാരാനുമെങ്കിൽ സമ്മാനിച്ചുദിക്കുമ്പോൾ കൂട്ടിക്കൊണ്ടുവന്നിടു നീ. ഇത്തമോരോന്നേ രാമലക്ഷ്മണന്മാരും തമ്മിൽ ചിത്തമോദേന പറഞ്ഞിരുന്നിടിന നേരം. സത്വരം കഴിഞ്ഞിതു രാത്രിയും ദിനേശനും പ്രത്യക്ഷനായാനല്ലോ തൽക്ഷണം നൃപശ്രേഷ്ഠൻ. ആസ്തയാ സന്ധ്യാനുഷ്ഠാനങ്ങളും കഴിച്ചു വന്നാസ്ഥാനെ സുവർണ സിംഹാസനെ മരുവിനാൻ. ആസ്തയാ സന്ധ്യാനുഷ്ഠാനങ്ങളും കഴിച്ചു വന്നാസ്ഥാനെ സുവർണ സിംഹാസനെ മരുവിനാൻ. ഇനി കാഞ്ചനാദി മുനികളുടെ വരവ് എന്ന ഭാഗം നാളെ. എല്ലാവർക്കും നമസ്കാരം.